നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് ഈ സുപ്രധാന ജലപാത ടെഹ്റാൻ സ്വന്തം നിബന്ധനകൾക്ക് വിധേയമായി കൈകാര്യം ചെയ്യുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകൾക്കു ശേഷം മടങ്ങുന്നതിനിടെയായിരുന്നു ഇറാന്റെ മുഖ്യ പ്രതിനിധിയും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബാഖർ ഖാലിഫാണ് ഈ പ്രസ്താവന നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭരണം ഒരിക്കലും യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഖാലിഫ് വ്യക്തമാക്കിയത്. ഈ സുപ്രധാന കടൽപാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായും മറ്റ് രാജ്യങ്ങളുമായും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾ തടയുന്നതിനും പരിഹരിക്കുന്നതിനുമായി ഒരു ടെലിഫോൺ ഹോട്ട്ലൈൻ സ്ഥാപിക്കാൻ ഇറാൻ സമ്മതിച്ചിരുന്നു. എന്തായാലും എന്തെങ്കിലും അവ്യക്തതയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ കപ്പലുകൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ ഒരു ടെലിഫോൺ ഹോട്ട്ലൈനും ഒരു ഹബും ഉൾപ്പെടെയുള്ള ഏകോപന സംവിധാനം സ്ഥാപിക്കാനാണ് യുഎസും ഇറാനും സമ്മതിച്ചിരുന്നത്. എന്തായാലും അതേസമയം ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് മറ്റൊരു വശത്താണ്. വേറൊരു വശത്താകട്ടെ ഒമാൻ തീരത്തോട് ചേർന്ന് ഹോർമൂസ് കടലിടുക്കിന് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദി ഇറാനാണ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനാണ് കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നയം. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ തങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. തീരുമാനിച്ച വഴികളിലൂടെ അല്ലാതെ കപ്പലുകൾ സഞ്ചരിച്ചാൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ പറ്റില്ല എന്ന തങ്ങളുടെ നയം അവർ വ്യക്തമാക്കുന്നുണ്ട്. കടലിടുക്ക് നിയന്ത്രിക്കാൻ നിയോഗിച്ച ഇറാൻ സ്ഥാപിച്ച കമ്മിറ്റി നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഉത്തരവാദിത്വം കപ്പലിന്റെ ഉടമകൾക്കായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് കപ്പലിന്റെ ഉടമകൾക്ക് മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ വഴികളിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ വരുന്ന ഏത് പ്രശ്നത്തിന്റെയും ഉത്തരവാദികൾ ആ കപ്പലിന്റെ ഉടമയും മാസ്റ്റർ ഓപ്പറേറ്ററും ആയിരിക്കുമെന്നാണ് PGSA വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ച 11,000-ഓളം വരുന്ന കപ്പൽ തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നു. നിരവധി ബോട്ടുകൾ ഇതിനകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഇനി ഹോർമൂസിൽ തുടരണമെങ്കിൽ ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണം എന്നാണ് IMO മേധാവി വ്യക്തമാക്കുന്നത്. ഹോർമൂസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഇക്കാര്യം പുറത്തു വന്നിരുന്നു. തുടർന്ന് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്ക്. കാരണം വഴിതിരിച്ച് മറ്റൊരു വഴിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അതിന് നേരെ ആക്രമണം ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കപ്പലിലെ ഉടമകൾക്കും അതിലിരിക്കുന്ന ആൾക്കാർക്കുമാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണകൾക്കു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും. ഒമാൻ തുറന്ന സുരക്ഷിത നാവികപാതയ്ക്ക് എതിരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായതായാണ് ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം വിശദമാക്കുന്നത്. വ്യാഴാഴ്ച ഒമാന്റെ തെക്കുകിഴക്കൻ മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ആക്രമണത്തിൽ കപ്പലിന്റെ ബ്രിഡ്ജ് ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ നടന്ന ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇറാൻ മടിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നിയന്ത്രിതമായ വഴിയിലൂടെ അല്ലാതെ പോകുന്ന മറ്റൊരു കപ്പലിന് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരിക്കലും തങ്ങൾക്ക് ഏറ്റെടുക്കാനാകില്ല എന്നാണ് ഇറാന്റെ നയം.